സാറേ, സ്ഥിരമായിട്ട് അവൻ സാറിനെ ശല്യം ചെയ്യാനായിട്ട് അവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ അവനെ പൊക്കിക്കൊണ്ട് പോയിക്കോളാം. ഒരു അനിയനാണെന്ന പരിഗണന അവന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം ചേട്ടന്റെ മരണം ആഗ്രഹിച്ച് നടക്കുന്ന ഒരുത്തനാ അവൻ. അങ്ങനെ ഒരുത്തനെ എന്തിനാ വെറുതെ പ്രോത്സാഹിപ്പിക്കുന്നത്? അരയ്ക്ക് താഴോട്ട് തളർന്നെങ്കിലും ആ തളർച്ചയൊന്നും അവനെ വളർത്തുന്ന കാര്യത്തില് ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ പരമാവധി ആത്മവിശ്വാസം കൊടുക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ആത്മാർത്ഥതയ്ക്ക് അവൻ ഒരിക്കൽ പോലും ഇത്തിരി സ്നേഹം എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. സ്വന്തം കൂടപ്പിറപ്പായതുകൊണ്ട് സാറിന് അവനെ തല്ലാനും കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോലും പറ്റില്ല. എങ്കിലും കമ്പനിയിൽ നിന്ന് അവനെ ഒഴിവാക്കിയില്ലേ? ഒഴിവാക്കിയിട്ട് എന്താ സാറേ കാര്യം? അവനറിയാം ജോലി പോയാലും അവൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന്. എന്നുവെച്ചാൽ സാർ അതുപോലെയല്ലേ കുടുംബം നോക്കുന്നത്? അതൊക്കെ അവന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിപ്പോയി മാർക്കോ. ഇനി അത് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. സാറേ, സാറിന്റെ അനിയനിട്ട് 2 എണ്ണം പൊട്ടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു വിരോധവും ഇല്ല. വീട്ടില് ആരും അവനെ തല്ലാതെ വളർത്തിയത്. അതിന്റെ ഒരു കുഴപ്പം അവന്റെ സ്വഭാവത്തിലുണ്ട്. സത്യം പറഞ്ഞ ആ പ്രതാപനോടും മേഘനോടും ഒക്കെ ഉള്ളതിനേക്കാളും ദേഷ്യം എനിക്ക് അവനോടുണ്ട് സാറേ. സ്വന്തം കൂടപ്പിറപ്പിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനെ വെച്ചോണ്ടിരിക്കരുത് സാറേ. കൂടുതൽ വിളച്ചിലെടുത്താ ഇടിച്ചൊരു മൂലക്കിരുത്തണം. അവന്റെ പെണ്ണിന് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവളോടുള്ള ദേഷ്യം കൂടെ അവന്റെ ദേഹത്ത് തീർക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. തൽക്കാലം അവൻ ഫൈനാൻസിയേഴ്സിലേക്ക് വന്നിരിക്കുകയാണെങ്കിൽ മാർക്കോ വേണ്ടത് ചെയ്താൽ മതി. അയാൾ ഫൈനാൻസിയേഴ്സിലേക്ക് വരുമ്പോഴാ ഞങ്ങൾ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അതോടെ ഇല്ലാതായ വല്ലാത്ത ബുദ്ധിമുട്ടാ മാർക്കോ. സാറ് ടെൻഷൻ അടിക്കണ്ട. 1-2 ദിവസം കൂടെ വരികയാണെങ്കിൽ അത് കാര്യമാക്കാൻ ചെയ്യണ്ട. അതൊരു ശീലമാക്കിയ ആ ശീലം ഞാൻ മാറ്റിക്കൊള്ളാം. അവൻ എൻ്റെ ഒരു സ്ഥാപനത്തിലും കയറരുതെന്നാ എൻ്റെ ആഗ്രഹം. എന്നാ അവന്റെ സ്ഥാനത്ത് ഞാനിപ്പോൾ കാണുന്നത് മാർക്കോയെ. നിനക്ക് എൻ്റെ കമ്പനിയുടെ എല്ലാം മേൽനോട്ടം ഏറ്റെടുത്തൂടെ മാർക്കോ? സഹായത്തിന് ലോപ്പസിനെയും കൂട്ടിക്കോ. എന്നിട്ട് നീയൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അവളെയും കൂട്ടിക്കൊണ്ടുവാ. ഞങ്ങളെല്ലാരും മുന്നിൽ നിന്ന് ആ കല്യാണം നടത്തിത്തരാം. അത് പറഞ്ഞപ്പോ എന്താ നിന്റെ മുഖം ഒന്ന് വാടിയത്? അതൊക്കെ നടക്കാത്ത കാര്യമാണ് സാറേ. അതെന്താ നടക്കാത്തെ? അതങ്ങനെയാ. എൻ്റെ ജീവിതവും എൻ്റെ ജന്മവും എനിക്ക് തന്നെ പിടികിട്ടിയിട്ടില്ല സാറേ. ഈ ജീവിതം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, അതുപോലെ ദോഷങ്ങളുമുണ്ട്. ഗുണങ്ങൾ മറ്റുള്ളവർക്കാ, അല്ലാതെ നീ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അതിപ്പോ നമ്മുടെ വിഷയം അതല്ലല്ലോ സാറേ. അല്ല, എനിക്കൊരു കുടുംബം ഇല്ലെങ്കിലും സാറിൻ്റെയും അനന്ത് സാറിൻ്റെയൊക്കെ കുടുംബത്തിൽ എപ്പോൾ വേണേലും കയറി വരാലോ. അത്രയും മതി സാറേ. അപ്പോൾ ഉണ്ണിയുടെ ശല്യം ഒന്ന് വിട്ടേക്ക്. അവൻ എൻ്റെ പരിധിക്കുള്ളിൽ തന്നെയാ. ഡിറ്റക്റ്റീവ് ഉണ്ണി എത്തിയോ? എവിടെ വരെയായി അന്വേഷണമൊക്കെ? എന്റെ അന്വേഷണത്തെ പറ്റി നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പതിവില്ലാതെ കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി.
എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നപ്പോ പോലും ഞാൻ ആവശ്യപ്പെടാതെ നിങ്ങൾ എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് തന്നിട്ടില്ലല്ലോ ഉണ്ണിയേട്ടാ. അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. എന്റെ അച്ഛനും മുത്തശ്ശി ഉള്ളത് കൊണ്ട് അതിന്റെ ആവശ്യം നിങ്ങൾക്ക് വന്നിട്ടില്ല. അല്ല, അതൊക്കെ പോട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ കണ്ണേറ്റിനോടൊപ്പം ക്യാബിനിൽ പോയിരിക്കാൻ, ഏത് നേരവും കണ്ണേറ്റിനോടൊപ്പം സഞ്ചരിക്കാൻ. അങ്ങനെ സഞ്ചരിക്കുന്നൊന്നും കണ്ണേട്ടൻ അങ്ങനെ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾ കൂടെ നിൽക്കണം. ഇനി ഒരു കാരണവശാലും കണ്ണേട്ടനും ലക്ഷ്മിയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. ഇന്ന് ലക്ഷ്മി അവിടെ വന്നായിരുന്നോ ഫൈനാൻസേഴ്സില്? ഇല്ല. ആ, ഇതിപ്പോ അമ്മായിയച്ഛന്റെയും മരുമോന്റെയും തലയ്ക്ക് നെല്ലിക്കത്തള്ളം വെക്കേണ്ട സമയം കഴിഞ്ഞു. എന്റെ അച്ഛന്റെ കാര്യം അറിയാലോ, പ്രേതത്തെ കണ്ട് രാത്രി പേടിക്ക. ആ പ്രേതം എന്റെ അച്ഛൻ്റെയാ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് നിന്നോട് ചോദിച്ചത്, എന്റെ അച്ഛന്റെ ബുള്ളറ്റിലേക്ക് പാഞ്ഞു കയറിയ ലോറി നിന്റെ അച്ഛൻ്റെ ആണോന്ന്. ആ സമയത്ത് ലോറി ഡ്രൈവ് ചെയ്തത് നിന്റെ അച്ഛനാണോന്ന്. അനാവശ്യം പറയരുത് നിങ്ങള്. അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛന് ഒരു പരിചയമില്ലെന്നാ നിന്റെ അച്ഛൻ പറയുന്നത്. പിന്നെ എങ്ങനെയാ എന്റെ അച്ഛൻ അങ്ങേരുടെ പിന്നാലെ കൂടുന്നത്? കണ്ടുപിടിക്കേ. നിങ്ങളുടെ ഏട്ടന്റെയും എന്റെ അച്ഛന്റെയും ഭാഗത്തെ തെറ്റുകൾ നിങ്ങൾ തെളിയിക്കേ. എന്നാലല്ലേ ഡിക്റ്റേറ്റീവ് എന്ന പേരിന് ഒരർത്ഥം ഉണ്ടാവും. സത്യം പറയാലോ, ഈ കുറ്റാന്വേഷണ കഥകളൊക്കെ വായിക്കുന്നത് കുട്ടിക്കാലം മുതലേ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാനൊരു ഡിക്റ്റേറ്റീവിനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പൊ അതിനുള്ള ഭാഗ്യം ഉണ്ടായി. എന്റെ തല ചൂട് പിടിച്ചിരിക്കുക. അതിന്റെ കൂടെ നിന്റെ ഈ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. ദഹനക്കേടിന് വേണമെങ്കിലേ ഇഞ്ചിയും കുരുമുളകും കൂടെ ഇട്ട് നല്ലൊരു കാപ്പി ഉണ്ടാക്കി തരാം. വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാ ഞാനിപ്പോ നടക്കുന്നത്. ഞാൻ പറയുന്നുണ്ടോന്ന് തോന്നരുത്. ഞാൻ വലിയൊരു ദുരന്തത്തിനൊപ്പാണ് നടക്കുന്നത്. ആ ദുരന്ത എന്റെ ഒപ്പം നിൽക്കുന്നത്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ജോലിയും കൂലിയില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം നീയും നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ജോലിയും കൂലിയില്ലാത്ത എനിക്കൊപ്പം ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കേണ്ടതല്ല. പിന്നെ എന്തുകൊണ്ടാ ഇപ്പൊ നിൽക്കുന്നത്? എന്റെ അച്ഛനാടാ നിന്റെ അച്ഛനെ കൊന്നത്. അത് തന്നെയാടാ അതിന് കാരണം. എന്താ നീ അതിനുള്ള മറുപടി ഒന്നും പറയാത്തത്? അത് മാത്രമാണോ? നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ നിന്നെ തെറ്റുകാരിയാക്കി ചിത്രീകരിച്ചില്ലേ? അതൊക്കെ ഒരു പെൺകുട്ടിക്ക് പൊറുക്കാൻ പറ്റുമോ? ഇപ്പോ ഉണ്ണിയേട്ടന് എന്താ വേണ്ടത്? ഞാൻ ഇവിടുന്ന് പോണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്റെ സ്വഭാവം അരച്ച് കലകി കുടിച്ചവനാ ഞാൻ. അങ്ങനെയുള്ള നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. ആ അത്ഭുതത്തിന് കാരണം എന്താന്ന് നിങ്ങക്ക് നന്നായിട്ട് അറിയാം ഉണ്ണിയേട്ടാ. ആ കാരണം നിങ്ങളുടെ ഏട്ടൻ തന്നെയാ. ലക്ഷ്മിയെ വെറുക്കുന്ന കണ്ണേട്ടനെ എനിക്കിഷ്ടം. അങ്ങേരുടെ വീട്ടിൽ താമസിക്കാനും. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ സുന്ദരമായ മോന്ത കാട്ടി എന്നെ പറ്റിച്ച നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടല്ല. നിന്റെ ഈ സന്തോഷമൊക്കെ പെട്ടെന്ന് കെട്ടുപോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ കെട്ടുപോവെങ്കിലേ എനിക്ക് കയറി ചെല്ലാൻ 1 അല്ല 2 വീടുകളുണ്ട്. എന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും വീടുകള്. അതുപോലെ തന്നെ എനിക്ക് ജീവിക്കാനുള്ള സമ്പത്തും ഉണ്ട്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചോർത്തും ഞാൻ ഭയപ്പെടാറില്ല. പക്ഷെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിലേ നിങ്ങളുടെ ഏട്ടൻ കനിയണം. ഇപ്പൊ കണ്ണേട്ടനുള്ള സ്വത്തിന്റെ ഒരു അംശമെങ്കിലും കിട്ടണം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഏട്ടനെ പിണക്കാതെ ഏട്ടന്റെ കൂടെ നിൽക്കണമെന്ന്. അതിന് കഴിയുന്നില്ലെങ്കിലേ ഗോവിന്ദ ഗോവിന്ദ എന്ന് പാടിക്കൊണ്ടൊരു മൂലയിൽ ഇരിക്കാൻ നോക്ക്. കഴിവില്ലാത്ത ഭർത്താവ. കല്യാണം കഴിഞ്ഞ ശേഷം ഒരു പെൺകുട്ടിയുടെ ശാപം. അതിനേക്കാളും വലിയ ശാപമുണ്ട്. അതെന്താന്നറിയോ? പിശുക്കനായ ഭർത്താവ്. ഇത്രയൊക്കെ നാള് ജോലി ചെയ്ത എന്റെ വലിയൊരു അംശം ബാങ്കിലുണ്ടെന്ന് നിങ്ങളുടെ അമ്മ തന്നെ പറഞ്ഞായിരുന്നു. എന്നാലേ 1 രൂപ ചെലവാക്കുമ്പോ അറിയാതെ മിടിക്കുന്ന ഒരു ഹൃദയമാണ് നിങ്ങളുടേത്. ഒരു വൃത്തികെട്ട ഹൃദയം. അങ്ങനെ ഹൃദയമുള്ള ഒരാളെയാ ഞാൻ കെട്ടിയത്. അതാണ് എന്റെ പരാജയം. അതുകൊണ്ട് തന്നെയാ ഉടനെ ഒരു ഭാര്യ ഭർത്തൃബന്ധം വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. ഒരു കുഞ്ഞിനെ പോറ്റാൻ സ്വന്തം പുരുഷന് കഴിവില്ലാന്നൊരു ഭാര്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവള് പിന്നെ അമ്മയാവാൻ ആഗ്രഹിക്കില്ലടോ.
ഫ്രൂട്ട്സുമായിട്ട് വന്നിരിക്കുവോ. ഇനി ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും അത് അയാളുടെ ഏട്ടൻ വാങ്ങിച്ചു കൊടുത്താന്ന് ഞാൻ അറിയാൻ പോകുന്നത്. ആഹാ, ദേ ഇങ്ങോട്ട് മാറി. എന്ത്? എന്തേ ചെയ്യുന്നേ? ആ അതെ, അവിടെ എങ്ങനെ പോയിരുന്നേ? ഇതൊക്കെ ഞങ്ങള് സംയുക്തമായി ചെയ്തുകൊണ്ടിരുന്നതാ. മഹി വന്നതിന് ശേഷാ എനിക്ക് വിശ്രമം കിട്ടി തുടങ്ങിയത്. അല്ലെങ്കിലേ മുക്കാ പണിയും അനന്തോടനെ ചെയ്തോണ്ടിരുന്നെ. അപ്പൊ ഞാൻ വന്നത് ലേഖയ്ക്ക് ജോലിയായല്ലേ? അങ്ങനൊന്നുമില്ല, ഞാനെല്ലാം ആസ്വദിച്ച് തന്നെയാ മഹിക്ക് ഉണ്ടാക്കി തരുന്നത്. ആ അപ്പോഴേ ഇനി കണ്ണനുമായിട്ട് അവൻ ഫിനാൻസിയേഴ്സിലുള്ളപ്പോഴും വീട്ടിലുള്ളപ്പോഴും അധികം വിളിയൊന്നും വേണ്ട. അത്യാവശ്യം എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് മെസ്സേജിലൂടെ മതി. ഉണ്ണിക്കെന്തോ സംശയമുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി രണ്ടാളും എല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്യുന്നത് നല്ലതാ. അവനിനി ഏതു നേരവും കണ്ണേട്ടനൊപ്പം ഇരിക്കുകയാണെങ്കിൽ കണ്ണേട്ടൻ ഇനി ഇടവും വല്ലതും തിരിയാൻ പറ്റില്ല. അതിന് പരിഹാരം കാണാമെന്ന് മാർക്കോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ മഹിയെ കാണണമെന്ന് കണ്ണന് തോന്നുന്നുണ്ടെങ്കിൽ മാർക്കോ തന്നെ അതിന് വഴിയൊരുക്കിക്കോളും. ഞാൻ പറയുന്നത് റിസ്ക് എടുക്കണ്ടെന്നാ. പ്രസവം കഴിയുന്നത് വരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ മഹി. എങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും കണ്ണേട്ടനോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും. ഇങ്ങനെ ആയിരുന്നെങ്കിൽ അവനെ തൽക്കാലം കമ്പനിന്ന് പുറത്താക്കണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവൻ കണ്ണേട്ടന്റെ പിന്നാലെ നടക്കില്ലായിരുന്നു. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും നശിപ്പിക്കാൻ കൂട്ടു നിന്നവനാ ഉണ്ണി. പലഹാരത്തിലെല്ലാം കരുണയുടെ അച്ഛൻ വിഷം കലർത്തിന്ന് അത്രയ്ക്ക് സന്തോഷത്തോടെയാ അവൻ കണ്ണേട്ടനോട് പറഞ്ഞത്. അവനെ ഇനി കമ്പനിയിലെ ഒരു ബ്രാഞ്ചിലോട്ടും റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. ആ അതെ, എന്റെ അഭിപ്രായത്തിലേ അവനെ അവന്റെ ഭാര്യയും കണ്ണന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുക വേണ്ടത്. പിന്നെ അവിടെ ഉള്ളത് കണ്ണന്റെ രണ്ടാനമ്മയാ. അവരെ അമ്മയെന്ന് വിളിച്ചു പോയതുകൊണ്ട് കണ്ണന് ചിലപ്പോ പെട്ടെന്ന് പുറത്താക്കാൻ പറ്റുന്ന വരില്ല. എങ്കിലും മകനും മരുമോളും കൂടെ അവിടുന്ന് പോകുമ്പോ പിന്നാലെ അവര് പോയാലും നിങ്ങൾക്കത് നല്ലതാ മഹി. ചുറ്റിനും വിഷപ്പാമ്പുകളാ. അവർക്കൊപ്പം കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾക്കവിടെ ജീവിക്കാൻ പാടായിരിക്കും. കിട്ടാനുള്ളതൊക്കെ കിട്ടി. മേഘനും അവന്റെ അച്ഛനും മഹിയുടെ രണ്ടാനച്ഛനും ഒക്കെ. ഇനി തട്ട് കിട്ടാനുള്ളത് അവനാ, ഉണ്ണിക്ക്. മിക്കവാറും മാർക്കോയുടെ കൈകൊണ്ട് തന്നെ അവൻ കിടപ്പിലാവും.
പ്രതാപനല്ലേ? ഇവനെ അങ്ങോട്ട് പോകുന്നു. ഞാനിതെവിടെ? എന്റെ മുന്നിലാ. അയ്യോ മാർക്കോ, നീ എപ്പോഴാ എന്റെ മുറി വന്നേ? എടാ, ഇത് നിന്റെ മുറിയല്ലടാ, ഇത് പൊതുനിരത്താ, സർക്കാരിന്റെ റോഡ്. അയ്യോ, നീ എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്നേ? ദേ, അനാവശ്യം പറയരുത്. ഞാൻ ബുള്ളറ്റിൽ വരുമ്പോ നീ പ്രജ്ഞ പോയതുപോലെ ഇതുവഴി നടന്നു പോവായിരുന്നു. എന്താടാ, മദ്യം തലക്കി പിടിച്ചാണോ? അയ്യോ, സത്യമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല മാർക്കോ, സത്യം. എനിക്കിപ്പോ ഇങ്ങനെ ഒരു അസുഖമുണ്ട്, രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്ന അസുഖം. ഇതൊക്കെ എൻ്റെ അമ്മയുടെ ജാലവിദ്യയാ. ഇവൻ വട്ടെടുത്ത് ഓടണം, അത് തന്നെയാ അമ്മയുടെ ഉദ്ദേശം. നീ എന്തിനാ മോനെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? എന്താ നോക്കിയാല്? ഒന്നുമില്ല. അല്ല, ഞാനിത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മാർക്കോ. നിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ അകലെയാണ് നീ ഇപ്പൊ നിൽക്കുന്നത്. അതിപ്പോ സമയത്രേ? 1.5. ഓ, 1.5? ഈ സമയത്ത് ഒരു കാരണവശാലും ഞാൻ പുറത്തിറങ്ങത്തില്ല. പിന്നെ കുറ്റിയിട്ടിരുന്ന മുറിയിൽ നിന്ന് ഞാൻ എങ്ങനെ വിളിച്ചാടിയെന്ന് എനിക്കറിയത്തില്ല. നീ ചാടിയതായിരിക്കില്ല, നിന്നെ ചാടിച്ചതാ. അതെ, എന്നെ ചാടിച്ചതാ. എന്റെ പിന്നാലെ ചില ദുരാത്മാക്കളൊക്കെ സഞ്ചരിക്കുന്നുണ്ട് മാർക്കോ. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ എന്നെ ഒന്ന് വീട് വരെ ഒന്ന് ആക്കി തരണം. നിരപരാധികളായ ആൾക്കാരെ കൊല്ലാൻ മടിയില്ലാത്തവനല്ലേ നീ? അങ്ങനെയുള്ള നിന്റെ പിന്നാലെ ആത്മാക്കളൊക്കെ അലഞ്ഞു തിരിയുന്നത് സ്വാഭാവികം. അതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങനെയുള്ള നീ ഇരുട്ടിനെ പേടിക്കണം. നിന്റെ പിന്നാലെ വരുന്ന ആത്മാക്കളെയും. അയ്യോ, എനിക്ക് വയ്യാതിരിക്കുക. അങ്ങനെയുള്ള ഞാൻ ഈ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് 1.5 കിലോമീറ്റർ നടക്കാന്ന് വെച്ചാ അത് ഇത്തിരി മണി കട്ടിയാ മോനെ. നീ ഭയന്ന് വിറച്ച് നിൽക്കുന്നുണ്ടാ നിന്നെ ഞാൻ തല്ലാത്തത്. അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കളയാൻ നോക്കിയതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അയ്യോ, സത്യമായിട്ട് ഞാൻ അതിന് നിരപരാധിയാണ് മാർക്കോ. ഈ സമയത്ത് ഇനി നിന്നെ ഞാൻ വിസ്തരിക്കുന്നില്ല. ഈ സ്ഥലം അത്ര നല്ലതല്ല, ഒരുപാട് അപകട മരണങ്ങൾ ഉണ്ടായ സ്ഥലമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നോക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും പാണ്ടി ലോറി നിന്റെ നെഞ്ചത്ത് വന്ന് കയറും. അയ്യോ മോനെ, മാർക്കോ, എന്നോടെ കൊണ്ടുപോടാ. നീയൊക്കെ ഭയന്ന് തീരേണ്ടവരാ. നിനക്കൊന്ന് എന്റെ വണ്ടിയുടെ പിന്നാലെ ഇരിക്കാനുള്ള യോഗ്യത. അയ്യോ, അങ്ങനെ പറയല്ലേ മാർക്കോ. മാർക്കോ, മാർക്കോടാ മോനെ, എടാ എന്നോടെ കൊണ്ടുപോടാ. ഞാനിവിടെ ഒന്ന് കയറട്ടാ മാർക്കോ, ഞാനിവിടെ കയറട്ടാ. അയ്യോ അയ്യോ അയ്യോ. പിന്നെ ഇത് ഇവിടെ പോയി കിടക്കുമെന്ന് ആർക്കറിയാം. എത്ര നേരമായി? ഓ, ഇവനിത് എവിടെ പോയി കിടക്കുവാണോ? കതക് തുറക്കുന്ന കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ കാണാ കതക് മലർക്ക തുറന്നിട്ടിരിക്കുന്നു. അതിനുശേഷം മുറി ചെന്നപ്പോ അവനെ അവിടെ കാണുന്നില്ല. ആർക്കറിയാം എന്താ സംഭവിച്ചെന്ന്.